പത്തനംതിട്ടയിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ വീട് കയറി ആക്രമിക്കാൻ ശ്രമിച്ചുവെന്ന് പരാതി. കോഴഞ്ചേരി പഞ്ചായത്ത് 11ാം വാർഡ് സ്ഥാനാർത്ഥി മിനി സുരേഷിന് നേർക്കാണ് അസഭ്യവർഷം നടത്തിയത്. ജീവിക്കാൻ അനുവദിക്കില്ല എന്നും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. കാറിലും സ്കൂട്ടറിലും എത്തിയ സംഘം ജാതി പറഞ്ഞ് അസഭ്യം പറഞ്ഞുവെന്നും പരാതിയിൽ പറയുന്നു. ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചിരിക്കുകയാണ്. പ്രവീൺ പുരുഷോത്തമനുമായി കിടക്കുമായിരുന്നു. അന്നേരമാണ് ഭയങ്കര ചീത്തവിളി കേട്ടത്. ഞാൻ മുകളിൽ ടെറസിന്റെ മണ്ടേ കയറി നോക്കിയപ്പോൾ 3-4 ചെറുപ്പക്കാർ പിള്ളേര് വീടിന്റെ മുകളിൽ പഞ്ചായത്ത് റോഡാണ്, അവിടെ വന്ന് കിടന്നുകൊണ്ട് അവരുടെ കടാരിയും പിന്നെ വടിവാളും എല്ലാം ഉണ്ടായിരുന്നു. അവിടെ വന്ന് കിടന്ന് തന്നെ കേൾക്കാൻ വയ്യാത്ത ഭാഷയിലുള്ള അസഭ്യങ്ങളാണ് പറഞ്ഞത്. എനിക്ക് വധഭീഷണിയുമുണ്ട്. എന്റെ ഭർത്താവിനെ അവര് ഓട്ടോറിക്ഷ ഓടിക്കത്തില്ലെന്നും അവനെ ജീവനോടെ വെക്കത്തില്ലെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം തന്നെ ഞങ്ങൾ ആറന്മുള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും പോലീസുകാർ ഒരു 10-15 മിനിറ്റ് വന്നപ്പോഴത്തേക്ക് ഇവന്മാരെല്ലാവരും ഓടുകയും കൂടായിരുന്നു. വാഹനാറയിലും ഒരു ആക്റ്റീവയിലുമാണ് വന്നിരുന്നത് വീടിന്റെ മുന്നിൽ. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി. പ്രവീൺ, ഇപ്പോൾ ആരാണ് ഈ അക്രമികൾ എന്നറിയാനാകുന്നുണ്ടോ? പോലീസ് എന്താണ് പറയുന്നത്? കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡ് കുന്നത്തുകരയിൽ ഇന്നലെ രാത്രി ഒരു 12 മണിയോട് കൂടിയാണ് ഈ സംഭവം നടന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ 11ാം വാർഡിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മിനി സുരേഷ് മത്സരിച്ചിരുന്നു. ഇന്നലെ രാത്രി 12 മണിയോടുകൂടി ഒരു കാറിലും സ്കൂട്ടറിലും എത്തിയ ചെറുപ്പക്കാർ വീടിന് സമീപത്തേക്ക് എത്തി ഇവരെ അസഭ്യം വിളിക്കുകയും പുറത്തേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ ആക്രമിക്കും എന്ന രീതിയിലുള്ള സംഭാഷണങ്ങളൊക്കെ അവർ നടത്തുകയും ചെയ്തു. അതിനുശേഷം ഉടൻ തന്നെ അവർ ആറന്മുള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും ചെയ്തു. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, അതായത് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതേ വാർഡിൽ നിന്നും ഇവർ മത്സരിച്ച് വിജയിച്ചിരുന്നു. ഇവർ നേരത്തെ BJP-യിലായിരുന്നു. അതിനുശേഷം BJP-യിൽ നിന്ന് മാറി പിന്നീട് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്ത് തന്നെ അനുകൂലമായി നിന്നുകൊണ്ട് മത്സരിക്കുകയും അങ്ങനെ അവർ വിജയിക്കുകയും ചെയ്തു. ഇപ്രാവശ്യവും LDF സ്വതന്ത്രയാണ് മത്സരിച്ചത്. അവർ പറയുന്നത് BJP അനുഭാവികളായിട്ടുള്ള ആളുകളാണ് തന്റെ വീട്ടുമുറ്റത്തേക്ക് എത്തുകയും തന്നെ ഇത്തരത്തിൽ അസഭ്യം പറയുകയും ചെയ്തതെന്നാണ്. ഏതായാലും വിശദമായിട്ടുള്ളൊരു പരാതി ആറന്മുള പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടുണ്ട്. ഇവരുടെ ഭർത്താവ് കോഴഞ്ചേരിയിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾ കൂടിയാണ്. അദ്ദേഹത്തിനെതിരെ ഭീഷണി ഉണ്ടെന്നാണ് ഇപ്പോൾ മിനി സുരേഷ് വ്യക്തമാക്കിയത്. ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടണം എന്ന ഒരു ആവശ്യമാണ് ഇപ്പോൾ മിനി സുരേഷ് ഉന്നയിച്ചിരിക്കുന്നത്. സ്മൃതി. ശരി, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.